Hello my dear friends, a warm welcome back. We are associating again with Botany, okay, together with the Target Learning app. Fine. Today we are describing and discussing questions from 3 chapters of them. The first chapter is coming from the +1 syllabus, that is Plan, Growth and Development, followed by the +2 chapters, Reproduction. Reproduction in organisms as well sexual reproduction in flowering plants. Questions pose ചെയ്ത ഓപ്ഷൻ തന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ മനസ്സിൽ ലോക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് തന്നെയാണോ നോക്കുക. അതിനൊരു സെൽഫ് അസസ്മെൻറ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ. The first initial set of questions are from the chapter Plan, Growth and Development. Here comes the first question. Meristematic phase of growth is characterized by option 1 increased vacuolation, option 2 maximal size in terms of protoplasmic modifications, option 3 cells those are rich in protoplasm and having thin cell walls with abundant plasmodesmata, and option 4 cell enlargement. 4 options are here. നിങ്ങൾ അസസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം റൈറ്റ് ആൻസർ മനസ്സിൽ ലോക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ മക്കളെ, ജീവികളുടെ എല്ലാം ബിഗിനിങ് ടിൽ ദ എൻഡ് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ? ദ ടൈം പീരീഡ് ഫ്രം ബർത്ത് അപ് ടു ദ നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. അതിനെ 3 ഫേസുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുക. മലയാളത്തിലെ ശൈശവം, യുവത്വം, വാർദ്ധക്യം, ഗ്രോത്ത് ഫേസ്, റീപ്രൊഡക്ഷൻ ഫേസ് ആൻഡ് സെനസൻസ് ഫേസ്. അതിലെ ആദ്യ ഫേസായ പ്രീമെച്വർ ഫേസ് എന്നോ ഇമ്മെച്വർ ഫേസ് എന്നോ വിളിക്കാറുള്ള ഗ്രോത്ത് ഫേസ്, പ്ലാന്റ്സിൽ അതിനെ വെജിറ്റേറ്റീവ് ഫേസ് എന്നും ആനിമൽസിൽ അതിനെ ജുവനൈൽ ഫേസ് എന്നും വിളിക്കാം. ആ ഗ്രോത്ത് ഫേസിന് വീണ്ടും 3 സബ് ഫേസുകളുണ്ട്. Meristematic phase, elongation phase, permanent or mature phase. അതിലെ മെരിസ്റ്റമാറ്റിക് ഫേസിനെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ. മെരിസ്റ്റമാറ്റിക് ഫേസിൽ സെല്ലിൻ്റെ പ്രത്യേകത എന്തൊക്കെയാ? സെൽസ് ആർ ആക്റ്റീവ്ലി ഗ്രോയിങ്, ഡിവൈഡിങ് സെൽസ്. The cells in the meristematic phase are living with protoplasm, nucleus and cytoplasm, a prominent nucleus and rich cytoplasm. Together the protoplasm will be there. The cell wall is thin and primary, which is simply made of cellulose with numerous plasmodesmatal connections. Cells are arranged compactly without intercellular spaces. Vacuoles are either absent or very small. അതൊക്കെയാണ് മെരിസ്റ്റമിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഈ തന്നതിൽ അങ്ങനെ മെരിസ്റ്റമിൻ്റെ ഫീച്ചേഴ്സ് ഉള്ള ഓപ്ഷൻ 3 ആണ്. സെൽസ് ദോസ് ആർ റിച്ച് ഇൻ പ്രോട്ടോപ്ലാസം, എ പ്രൊമിനന്റ് ന്യൂക്ലിയസ് ആൻഡ് ഡെൻസ് സൈറ്റോപ്ലാസം വിൽ ബി ദർ. അതിനെയാണ് നമ്മൾ ഒരുമിച്ച് പ്രോട്ടോപ്ലാസം എന്ന് വിളിക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ പ്രോട്ടോപ്ലാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ദോസ് ആർ റിച്ച് ഇൻ പ്രോട്ടോപ്ലാസം എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് പ്ലസ് സൈറ്റോപ്ലാസം. ആൻഡ് ഹാവിങ് തിൻ സെൽ വാൾ, അത് സെല്ലുലോസിക് സെൽ വാൾ ആണ്. തിന്നായ സെല്ലുലോസിക് ആയ സെൽ വാൾ വിത്ത് അബണ്ടന്റ് പ്ലാസ്മോഡെസ്മേറ്റ, കുറേ പ്ലാസ്മോഡെസ്മേറ്റകളും ഉണ്ടാവും എന്നത് മെരിസ്റ്റമിൻ്റെ ഫീച്ചറുമായുള്ള അത് ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ 1 ഇൻക്രീസ്ഡ് വാക്യുലേഷൻ, അത് ഇലോങ്ങേഷൻ ഫേസിൻ്റെ പ്രത്യേകതയാണ്. ഓപ്ഷൻ 2 മാക്സിമൽ സൈസ് ഇൻ ടേംസ് ഓഫ് പ്രോട്ടോപ്ലാസ്മിക് മോഡിഫിക്കേഷൻ, അത് പെർമനന്റ് ഓർ മെച്വർ ഫേസിലാണ് സെൽ അതിൻ്റെ മാക്സിമം സൈസും ഷേപ്പും എത്തുക. ഓപ്ഷൻ 4 സെൽ എൻലാർജ്മെന്റ്, ഇൻക്രീസ്ഡ് വാക്യുലേഷൻ, ന്യൂ സെൽ വാൾ ഡെപ്പോസിഷൻ, അതൊക്കെ ഇലോങ്ങേഷൻ ഫേസിൻ്റെ ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നതിലെ 1 ഇലോങ്ങേഷൻ ഫേസിലെ കാര്യമാണ്, 4 അതെ ഇലോങ്ങേഷൻ ഫേസിലെ കാര്യമാണ്, സെക്കൻഡ് 1 പെർമനന്റ് ഓർ മെച്വർ ഫേസിലെ കാര്യമാണ്. അതൊന്നുമല്ല, മെരിസ്റ്റമിൻ്റെ ഫീച്ചർ നമ്പർ 3 ആണ്, ഓപ്ഷൻ 3. സെൽസ് ലിവിങ് ആയിരിക്കും, പ്രോട്ടോപ്ലാസം, ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം ഉണ്ടാവും,
തിൻ സെല്ലുലോസിക് പ്രൈമറി സെൽ വാൾ ആയിരിക്കും, കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിരിക്കും, ന്യൂമറസ് പ്ലാസ്മോഡെസ്മേറ്റകൾ ഉണ്ടാവും, വാക്യൂൾസ് ആബ്സെന്റ് ഓർ വെരി സ്മോൾ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, alright. Here comes the second question. Listen to the question. In plants, cells or tissues arising out of the same meristem have different structures at maturity. ആണല്ലോ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു പ്ലാന്റിൽ നമ്മൾ പ്രൈമറി മെരിസ്റ്റം എന്നൊക്കെ വിളിക്കാറുള്ള ഒരു മെരിസ്റ്റം, ഓക്കെ, പ്രൈമറി മെരിസ്റ്റം എന്ന് കരുതും. ആ പ്രൈമറി മെരിസ്റ്റമിൽ നിന്ന് തന്നെയാണ് ആരുണ്ടാവുക? പാരൻ കൈമകൾ ഉണ്ടാവും, യാ, കോളൻ കൈമകൾ ഉണ്ടാവും, ഫൈൻ, സ്ക്ലീറൻ കൈമകൾ ഉണ്ടാവും, ഓക്കെ, പ്രൈമറി സൈലം ഉണ്ടാവും, റൈറ്റ്, പ്രൈമറി ഫ്ലോയം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അതിനെ പറ്റിയ ക്വസ്റ്റ്യൻ. ഇൻ പ്ലാന്റ്സ്, cells or tissues arising out of the same meristem have different structures at maturity. This statement shows that plants have. ആ സ്റ്റേറ്റ്മെന്റിനെ വെച്ച് മാത്രം പ്ലാന്റ്സിന്റെ ഫീച്ചർ എന്താന്ന് പറയണം. ഓപ്പൺ ഇൻഡിറ്റർമിനേറ്റ് ഗ്രോത്ത്, ഓപ്പൺ ഡിറ്റർമിനേറ്റ് ഗ്രോത്ത്, ഓപ്പൺ ഡിഫറൻസിയേഷൻ, കപ്പാസിറ്റി ഓഫ് ഡിഫറൻസിയേഷൻ, ഇതിലേതാണ് ഓപ്റ്റ് ചെയ്യാൻ പറ്റുക? യെസ്, നിങ്ങളിപ്പം മനസ്സിൽ നിങ്ങളുടെ ആൻസർ ലോക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, ഓപ്പൺ ഇൻഡിറ്റർമിനേറ്റ് ഗ്രോത്ത്, അത് മെരിസ്റ്റമുകൾ ഉള്ളത് കൊണ്ട് പ്ലാന്റ്സിന്റെ വളർച്ചയ്ക്ക് അവസാനമില്ല അല്ലേ? ന്യൂ സെൽസ് ആർ ഓൾവേസ് ബീങ് ആഡഡ് ടു ദ പ്ലാന്റ് ബോഡി ഡ്യൂ ടു ദ ഒക്കറൻസ് ഓഫ് മെരിസ്റ്റം കോൾഡ് ദ ഓപ്പൺ ടൈപ്പ് ഓഫ് ഗ്രോത്ത്. അത് ഓപ്പൺ ഇൻഡിറ്റർമിനേറ്റ് ഗ്രോത്ത്. അത് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് പറയണ്ടേ. നമ്മൾ പറയേണ്ടത് ഒരേ മെരിസ്റ്റമിൽ നിന്ന് പലതരം ടിഷ്യൂസ് ഫോം ചെയ്യുന്നത് കൊണ്ട് എന്ത് വിളിക്കണം എന്നാണ്. അപ്പം അത് ഓപ്പൺ ഇൻഡിറ്റർമിനേറ്റ് എന്ന കാറ്റഗറി നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റണില്ല. ഓപ്പൺ ഡിറ്റർമിനേറ്റ് എന്തായാലും അല്ല, ഡിറ്റർമിനേറ്റ് ലിമിറ്റഡ് എന്നായി പോയി. ഓപ്ഷൻ സി ഇസ് ദ കമ്പാരബിളി ബെറ്റർ വൺ. ദ ബെറ്റർ ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി ആണ് റൈറ്റ് വൺ. ഓപ്പൺ ഡിഫറൻസിയേഷൻ. ഓക്കെ, ഒരേ മെരിസ്റ്റമിൽ നിന്ന് പലതരം പെർമനന്റ് ടിഷ്യൂസ് ഉണ്ടാവുന്നതിനെ ഓപ്പൺ ഡിഫറൻസിയേഷൻ എന്നാ പറയാ. കപ്പാസിറ്റി ഓഫ് ഡിഫറൻസിയേഷൻ അത് സെക്കൻഡറി മെരിസ്റ്റത്തിന് പോലും ഉണ്ടല്ലോ. ഓപ്ഷൻ 3 is the better answer. Okay. The next question. ഒരു match the following type question ആണ്. Plant hormones എന്ന plant growth regulators എന്ന ഫൈറ്റോ ഹോർമോൺസിനെ ബേസ് ചെയ്താണ്. ഒരു സൈഡിൽ 5 മേജർ PGRകൾ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്. ലൈക്ക് ഓക്സിൻ, ജിബറലിൻ, സൈറ്റോകൈനിൻ, എഥിലിൻ, അബ്സിസിക് ആസിഡ്. ഓപ്പോസിറ്റ് സൈഡിൽ അത് ആരിൽ നിന്ന് ഡിറൈവ് ചെയ്തു, ഏത് ഫോം എന്നൊക്കെയാണുള്ളത്. ഡെറിവേറ്റീവ്സ് ഓഫ് കരോട്ടിനോയിഡ്സ്, ഗ്യാസ് ഹോർമോൺ, അഡിനിൻ ഡെറിവേറ്റീവ്, ടെർപ്പിൻ ഡെറിവേറ്റീവ്, ഇൻഡോൾ കോമ്പൗണ്ട്സ് എന്നൊക്കെയാണുള്ളത്. മക്കളെ, ഓക്സിനുകളെ നമുക്ക് പരിചയമുണ്ടല്ലോ. എക്സാമ്പിൾ ആലോചിച്ച് നോക്ക്. IAA ഇൻഡോൾ 3 അസറ്റിക് ആസിഡ്, IBA ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ്. അപ്പൊ തന്നെ മനസ്സിലായി ഓക്സിൻസ് ആർ ഇൻഡോൾ കോമ്പൗണ്ട്സ് എന്ന്. ഓക്കെ, ജിബറലിൻസ് അത് ഡിറൈവ് ചെയ്യുന്നത് ടെർപീൻസിൽ നിന്നാണ്. മെറ്റബോളൈറ്റ്സ് ആയ ടെർപീനിൽ നിന്ന് കിട്ടുന്നതാണ് ജിബറലിൻ. സൈറ്റോകൈനിൻ, കൈനറ്റിൻ, സൈറ്റോകൈനിൻ, N6-ഫർഫ്യൂറൈൽ അമൈനോപ്യൂരിൻ, അത് അഡിനിൻ ഡെറിവേറ്റീവ്സ് ആണ്, അല്ലെങ്കിൽ പ്യൂരിൻ ഡെറിവേറ്റീവ്സ് എന്നൊക്കെ പറയാം. അഡിനിൻ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ പ്യൂരിൻ ഡെറിവേറ്റീവ് ആണ്. എത്തിലിൻ ചെടികളിലെ ഏക ഗ്യാഷ്യസ് ഹോർമോൺ ആണ് അല്ലേ? C2H4 കാറ്റഗറിയിൽ വരുന്ന ഏക ഗ്യാഷ്യസ് ഹോർമോൺ ആണ് എത്തിലിൻ. അപ്പം അതങ്ങനെ ആവണം. അത് അബ്സിസിക് ആസിഡ് അത് ഡെറിവേറ്റീവ് ഓഫ് കരോട്ടിനോയിഡ് പിഗ്മെന്റ്സ് ആണ്. കരോട്ടിനോയിഡ് പിഗ്മെന്റ്സിന്റെ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ A should be with 5, B with 4, 3 with C with 3, D with 2 and finally 1. അപ്പോൾ ഓപ്ഷൻ 3 ആണ് ബെറ്റർ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? യെസ്, ദാറ്റ്സ് ഇറ്റ്. The next question. Which of the following occur naturally in plants? ഈ തന്ന ഓപ്ഷനുകളിൽ ചെടികൾക്ക് നാച്ചുറലായി തന്നെ കാണപ്പെടുന്നത് ആരെയാണ്? ഈ ഹോർമോൺസ് ആണല്ലോ ഓപ്ഷനിലുള്ളത്. ഇതിൽ ഏത് ഹോർമോണാണ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ മതി. ഓപ്ഷൻസ് 2,4 ഡൈക്ലോറോഫീനോക്സി അസറ്റിക് ആസിഡ്,
Option 2, indole butyric acid. Option 3, naphthalene acetic acid. And option 4, kinetin. Yes, choose the best answer. നിങ്ങൾ ചിന്തിച്ച് തീരുമാനിക്കൂ, മനസ്സിലൊന്ന് ലോക്ക് ചെയ്യൂ. Let me give you the explanation. Okay. ഇതിൽ ആദ്യം പറയുന്ന 2,4-dichlorophenoxyacetic acid, അതിനെ ചുരുക്കിയിട്ട് നമ്മൾ 2,4-D എന്നാണ് വിളിക്കാറ്. അതൊരു സിന്തറ്റിക് ഓക്സിൻ ആണ്, ഒരു ആർട്ടിഫിഷ്യൽ ഓക്സിൻ ആണ്, അതൊരു വീഡിസൈഡ് ആണ്, അതൊരു ഹെർബിസൈഡ് ആണ്, ഡൈക്കോട്ട് ചെടികളെ കൊല്ലുന്ന ഹോർമോൺ ആണ്. ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡിനെ പൊതുവെ നമ്മൾ IBA എന്ന ഷോർട്ട് ഫോമിലാണ് പറയാറ്. ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡ് അതൊരു നാച്ചുറൽ ഓക്സിൻ ഡെറിവേറ്റീവ് ആണ്. IAA എന്ന ഇൻഡോൾ 3 അസറ്റിക് ആസിഡും IBA എന്ന ഇൻഡോൾ ബ്യൂട്ടറിക് ആസിഡും നാച്ചുറൽ ആണ്. നമ്മളോട് നാച്ചുറലി ഒക്കറിങ് കണ്ടുപിടിക്കാൻ പറഞ്ഞേ, അപ്പോൾ അതാവാനാ സാധ്യത ആൻസർ. ബാക്കിയും കൂടി നോക്കാം. നാഫ്തലീൻ അസിഡിക് ആസിഡിനെ NAA എന്ന ഷോർട്ട് ഫോമിലാണ് നമ്മൾ വിളിക്കാറ്. NAA ആൻഡ് 2,4-D അത് രണ്ടും ഓക്സിന്റെ സിന്തറ്റിക് ഫോംസ് ആണ്, ആർട്ടിഫിഷ്യൽ ഫോംസ് ആണ്. കൈനറ്റിൻ ഡു നോട്ട് ഒക്കർ നാച്ചുറലി ഇൻ പ്ലാന്റ്സ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈറ്റോകൈനിനിലെ കൈനറ്റിൻ ദാറ്റ് ഡു നോട്ട് ഒക്കർ നാച്ചുറലി ഇൻ പ്ലാന്റ്സ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ഓൺലി. Okay. The next question please. Swelling of piece of wood. അതിനൊരു പേരുണ്ടല്ലോ മക്കളെ, ഈ swelling of a piece of wood, dead wood, അത് imbibition ആണല്ലേ? അത് imbibition അല്ലെങ്കിൽ imbibition ആണ്. Yes. Swelling of a piece of wood when placed in water is not considered as growth because ഒരു ഉണങ്ങിയ മരക്കഷ്ണത്തിനെ വെള്ളത്തിലിട്ട് വെച്ചാൽ അത് വീർത്ത് വരും. അത് സ്വെൽ ചെയ്ത് വരുന്നത് ഒരു ഗ്രോത്ത് അല്ല. എന്തുകൊണ്ട് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഇറ്റ് ഡസ് നോട്ട് ഓക്കർ അറ്റ് എക്സ്പെൻസ് ഓഫ് എനർജി, ഇത് എനർജി ഉപയോഗിച്ചല്ല നടക്കുന്നത് എന്നതിനാലാണോ? ഇറ്റ് ഈസ് നോട്ട് എ മെറ്റബോളിക് ചേഞ്ച്, ഇതൊരു മെറ്റബോളിക് പ്രോസസ് അല്ലാത്തത് കൊണ്ടാണോ? ഇറ്റ് ഈസ് റിവേഴ്സിബിൾ പ്രോസസ്, ഇത് റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണോ? ഇറ്റ് ഈസ് എക്സ്ട്രിൻസിക് പ്രോസസ്, ഇതൊരു എക്സ്റ്റേണൽ പ്രോസസ് ആയതിനാലാണോ? വൈ? Out of these 4 options, because of which reason the swelling of a piece of wood in water is not considered as a growth? Yes, assess yourself. Critically evaluate each and every options and log the right answer in your mind. Okay? Yeah, let us see. The right answer is it is a reversible process എന്നതാണ്. വെള്ളത്തിലിട്ട് വെച്ച ഡെഡ് ആയ ഡ്രൈ ആയ വുഡ് സ്വെൽ ചെയ്യും, പക്ഷേ വെയിലത്തിട്ട വീണ്ടും അത് ഷ്രിങ്ക് ചെയ്യും. ഗ്രോത്ത് അങ്ങനെ ആവില്ല. ബിക്കോസ് ഗ്രോത്ത് ഈസ് ഓൾവേസ് ഇറിവേഴ്സിബിൾ. ഓക്കെ, ഗ്രോത്ത് ഇറിവേഴ്സിബിൾ ആണ്, തിരിച്ചു പോകാത്ത മാറ്റമായിരിക്കണം. പെർമനന്റ് ഇറിവേഴ്സിബിൾ ചേഞ്ചിനെ മാത്രമേ ഗ്രോത്ത് എന്ന് വിളിക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ വെള്ളത്തിലിട്ട് വെച്ച വുഡൻ പീസ് സ്വെൽ ചെയ്തത് റിവേഴ്സിബിൾ ആണ്, ഇറിവേഴ്സിബിൾ അല്ല. അതുകൊണ്ട് അത് ഗ്രോത്ത് അല്ല, അത് റിവേഴ്സിബിൾ ആയതുകൊണ്ടാണ് കേട്ടോ. ബിക്കോസ് ദ ഗ്രോത്ത് ഈസ് ഓൾവേസ് ഇറിവേഴ്സിബിൾ. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാരൻകൈമ സെൽസ് ആരായിരിക്കും ഇപ്പോൾ പാരൻകൈമ എന്ന് ഓർക്കണേ? ആർ മെയ്ഡ് ടു ഡിവൈഡ് under controlled laboratory conditions during plant tissue culture that represent. ടിഷ്യൂ കൾച്ചർ ചെയ്യുമ്പോൾ ടോട്ടിപൊട്ടൻസി എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ലിവിംഗ് ആയ പാരൻകൈമ സെല്ലുകളെ ലബോറട്ടറി കണ്ടീഷനിൽ വെച്ച് ഡിവൈഡ് ചെയ്യിപ്പിക്കും. എന്നിട്ടാണ് കാലസായി പുതിയ ചെടികളൊക്കെ ഉണ്ടാവുക. അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്? ഡിഫറൻസിയേഷൻ ആണോ, ഡിഫറൻസിയേഷൻ ആണോ, റീഡിഫറൻസിയേഷൻ ആണോ, അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽസ് ആണോ? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പാരൻകൈമ സെല്ലുകൾ ലബോറട്ടറി കണ്ടീഷനിൽ ടിഷ്യൂ കൾച്ചറിൻ്റെ ഭാഗമായി ഡിവൈഡ് ചെയ്യുന്നതിൻ്റെ പേരെന്ത്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. നൈസ് ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ചാപ്റ്ററിൽ ഡിഫറൻസിയേഷൻ, ഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. റൈറ്റ് ആൻസർ ലോക്ക് ചെയ്തല്ലോ. എങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെ വരാൻ പോണത് ഒരു പ്രൈമറി മെരിസ്റ്റമിൽ നിന്നാണ്. ആ പ്രൈമറി മെരിസ്റ്റത്തിൽ നിന്നാണ് ആര് ഫോം ചെയ്യുക? പാരൻകൈമകൾ ഫോം ചെയ്യാറ്. ഓക്കെ,
ഇവിടെ ആ പാരൻകൈമ ഉണ്ടാകുന്ന പ്രോസസ്സ് എന്ത് എന്നല്ല ചോദിച്ചിട്ടുള്ളത് കേട്ടോ. മെരിസ്റ്റമിൽ നിന്ന് പാരൻകൈമ ഉണ്ടാകുന്ന ആ പ്രോസസ്സിനെ വേണമെങ്കിൽ നമുക്ക് ആ പ്രോസസ്സിനെയാണ് ഡിഫറൻസിയേഷൻ എന്ന് വിളിക്കാറ്. ഡിഫറൻസിയേഷൻ. നമ്മുടെ ക്വസ്റ്റ്യൻ അതല്ല. അങ്ങനെ ഉണ്ടായ പാരൻകൈമ സെൽസ്, ടോട്ടിപ്പൊട്ടൻസിയുള്ള പാരൻകൈമ സെൽസ് ലബോറട്ടറി കണ്ടീഷനിലിരുന്ന് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ലബോറട്ടറി കണ്ടീഷനിലിരുന്ന് ഡിവൈഡ് ചെയ്തിട്ട് പുതിയ പുതിയ ടിഷ്യൂസ് ഉണ്ടാവും. ആ പ്രോസസ്സിന്റെ പേരെന്ത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പം ഉണ്ടാവാറുള്ള ടിഷ്യൂവിനെ കാലസ് എന്നാണ് വിളിക്കാറ് കേട്ടോ. അതുണ്ടാകുന്ന പ്രോസസ്സ് എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനെ വിളിക്കുന്ന പേര് ഡി ഡിഫറൻസിയേഷൻ എന്നാണ്. ഡി ഡിഫറൻസിയേഷൻ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ആൻസർ ആയി വരേണ്ടത്. ഡി ഡിഫറൻസിയേഷൻ ആണ് ആൻസർ. ഓക്കെ, ഡി ഡിഫറൻസിയേഷൻ. എക്സാക്ട്ലി. അപ്പോൾ മെരിസ്റ്റം എന്ന് പറയുന്നത് അത് അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽസ് ആണ്. അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽസ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ ഓപ്ഷനിലുള്ളത്. അൺഡിഫറൻഷിയേറ്റഡ് മാസ് ഓഫ് സെൽ മെരിസ്റ്റം ആണത്. ഓക്കെ, അതിന് ഡിഫറൻസിയേഷൻ നടന്ന പെർമനന്റ് ടിഷ്യൂ ഉണ്ടാവും. പെർമനന്റ് ടിഷ്യൂവിന് തൽക്കാലം ഡിവിഷൻ പവർ ഇല്ല. പക്ഷെ സർട്ടൻ കണ്ടീഷൻസിൽ ടിഷ്യൂ കൾച്ചർ പോലത്തെ അവസ്ഥയിൽ പെർമനന്റ് ടിഷ്യൂ ഡിവിഷൻ പവർ റീഗെയിൻ ചെയ്ത് മെരിസ്റ്റമാറ്റിക് ആയി ഡിവൈഡ് ചെയ്യുന്നതിന്റെ പേരാണ് ഡി ഡിഫറൻസിയേഷൻ. അങ്ങനെ കാലസ് ഉണ്ടാവും. ആ കാലസ് വീണ്ടും സ്പെഷ്യലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് പുതിയ പുതിയ ലീഫ്, പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ ഒക്കെ ഉണ്ടാകുമ്പോഴാണ് റീഡിഫറൻസിയേഷൻ എന്ന് പറയാൻ പറ്റുക. അപ്പം നമ്മളോട് ഇപ്പോൾ ചോദിച്ചത് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. പാരൻകൈമ, പെർമനന്റ് ടിഷ്യൂ, അത് ടിഷ്യൂ കൾച്ചറിന്റെ ഭാഗമായി ഡിവൈഡ് ചെയ്യുന്നതിന്റെ പേരെന്ത്? അത് ഡി ഡിഫറൻസിയേഷൻ എന്നാണ്. ഓപ്ഷൻ 2 is the right answer. The next question. Which of the following is an intercellular intrinsic factor regulating development? ഡെവലപ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഇന്റർസെല്ലുലാർ സെല്ലുകളുടെ ഇടയിലുള്ള ഫാക്ടർ ഏത്? ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ, PGR plant growth regulator, water, oxygen. Guess, assess and choose the right answer. Crack it out please. അപ്പോൾ വേഗം ആൻസർ ലോക്ക് ചെയ്യും, എന്നിട്ട് എക്സ്പ്ലനേഷൻ കേൾക്ക്. മക്കളെ, പ്ലാന്റിന്റെ ഗ്രോത്തിനേക്ക് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി മേജറായി 2 തരം ഫാക്ടേഴ്സ് ഉണ്ട്. പ്ലാന്റ്സിന്റെ ഒക്കെ ഗ്രോത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 2 തരം ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നിനെ നമുക്ക് എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ എക്സ്ട്രിൻസിക് ഫാക്ടർ എന്നും അതിനെ വിളിക്കാം. എക്സ്ട്രിൻസിക് ഫാക്ടർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടർ. അവിടെയാണ് ടെമ്പറേച്ചറും കൂടാതെ ലൈറ്റും കൂടാതെ വാട്ടറും ഓക്സിജനും ഒക്കെ അതിലാണ് പെടുക. അതൊക്കെ എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്നും വിളിക്കാം, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം, എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ് എന്നും വിളിക്കാം. പിന്നെ രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട്, അത് ഇന്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ പ്ലാന്റ് ഫാക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആണ്. അങ്ങനെയൊക്കെ പറയാം. ഇന്റേണൽ ഫാക്ടർ എന്നോ പ്ലാന്റ് ഫാക്ടർ എന്നോ ഇൻട്രിൻസിക് ഫാക്ടർ എന്നൊക്കെ വിളിക്കാം. അത് തന്നെ വീണ്ടും 2 തരമുണ്ട്. പ്ലാന്റിന്റെ ഉള്ളിലുള്ള ഫാക്ടർ തന്നെ ഇൻട്രാ സെല്ലുലാറുമുണ്ട്, ഇന്റർ സെല്ലുലാറുമുണ്ട്. സെല്ലിന്റെ ഉള്ളിലുള്ളതുമുണ്ട്, സെല്ലുകളുടെ ഇടയിലുള്ളതുമുണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരു സെല്ലിന്റെ ഉള്ളിലുള്ള ഇൻട്രാ സെല്ലുലാറായ ഫാക്ടർ അതാ ജീവന്റെ DNA ആണ്, അതാ ജീവന്റെ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അത് ഇൻട്രാ സെല്ലുലാർ ഇൻട്രിൻസിക് ഫാക്ടർ ആണ്. സെല്ലിന്റെ ഉള്ളിലുള്ള ഗ്രോത്തിന്റെ ഫാക്ടറാണ്, ഡെവലപ്മെന്റിന്റെ ഫാക്ടറാണ്. മറ്റൊന്ന് സെല്ലുകളുടെ ഇടയിലുള്ളതാണ്. ആ സെല്ലുകളുടെ ഇടയിലുള്ള ഫാക്ടറിനെയാണ് നമ്മൾ ഇന്റർ സെല്ലുലാർ ഇൻട്രിൻസിക് ഫാക്ടർ എന്ന് വിളിക്കാറ്. അതാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ്, പ്ലാന്റ് ഹോർമോൺസ്. അതുകൊണ്ട് റൈറ്റ് ആൻസർ PGRകൾ എന്ന ഓപ്ഷൻ 2 ആണ്. നമ്മളോട് ചോദിച്ചത് നോക്ക്, ഇന്റർ സെല്ലുലാർ ഫാക്ടറിനെയാണ്, സെല്ലുകളുടെ ഇടയിലുള്ള ഫാക്ടറിനെയാണ്. അത് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ആണ്. ഇൻട്രാ സെല്ലുലാർ സെല്ലിന്റെ ഉള്ളിലായിരുന്നെങ്കിൽ ജനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ DNA. വാട്ടറും ഓക്സിജനും ടെമ്പറേച്ചറും ലൈറ്റും ഒക്കെ എക്സ്റ്റേണൽ, എക്സ്ട്രിൻസിക്, എൻവിയോൺമെന്റൽ ഫാക്ടേഴ്സ് ആണ്. I hope it's okay to you. Yes. The next question. Select out the incorrect match
ഇൻകറക്റ്റ് മാച്ച് പറയണം. ഓക്കെ, ജിബർലിക് ആസിഡ്, ജി എന്ന് പറയുമ്പോൾ ജിബറലിൻസ് അല്ലെങ്കിൽ ജിബർലിക് ആസിഡ്സ് ആണ്. ദാറ്റ് സ്പീഡ് അപ്പ് മാൾട്ടിംഗ് പ്രോസസ്. ഓക്സിൻ, xylem differentiation. Cytokinin, adventitious shoot formation. And ethylene, lateral shoot growth. ഇതിലെ ഇൻകറക്റ്റ് മാച്ച് പറയണം. അസസ് ചെയ്തോ, റൈറ്റ് ആൻസർ വേഗം എത്തട്ടെ. മനസ്സിലത് ലോക്ക് ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് തന്നെയാണോ നമ്മൾ പറയണേന്ന് നോക്ക്. ഇൻകറക്റ്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്, കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. ഓക്കെ, യെസ്, ലിസൺ ടു ദ എക്സ്പ്ലനേഷൻ. ജിബർലിക് ആസിഡ് എന്ന GA സ്പീഡ് അപ്പ് മാൾട്ടിംഗ് പ്രോസസ് ശരിയാണ് അല്ലേ? മാൾട്ടിങ്ങിനും ബോൾട്ടിങ്ങിനും ഒക്കെ സഹായിക്കുന്ന ഹോർമോണാണ് ജിബർലിൻ. സീഡ് ഡോർമിൻസി ബ്രേക്ക് ചെയ്ത് സീഡുകളെ ജെർമിനേറ്റ് ചെയ്യും, മാൾട്ടിങ്ങിന് സഹായിക്കും. ഓക്സിൻ, xylem ഡിഫറൻസിയേഷൻ ശരിയാണ്. സെൽ ഡിവിഷൻ മാത്രം സൈറ്റോകൈനിൻ, സെൽ ഡിവിഷൻ ആൻഡ് xylem ഡിഫറൻസിയേഷൻ ഓക്സിൻ ആണ്. സൈറ്റോകൈനിൻ അഡ്വെന്റീഷ്യസ് ഷൂട്ട് ഫോർമേഷനും ശരിയാണ്. ഒരു പ്ലാന്റിന്റെ ഏറ്റവും അറ്റത്ത് കാണുന്ന മെരിസ്റ്റത്തിന്റെ പേര് ആപ്പിക്കൽ മെരിസ്റ്റം എന്നാണ്. ആ ആപ്പിക്കൽ മെരിസ്റ്റത്തെ വളരാൻ സഹായിക്കുന്നത് ഓക്സിൻ ആണ്. ഓക്സിൻ കൊണ്ടാണ് അറ്റത്ത് അഗ്രഭാഗത്തുള്ള ബഡ് വളരുക. അതിന് ആപ്പിക്കൽ ഡൊമിനൻസ് എന്നാണ് വിളിക്കുക. പക്ഷേ ഇലകളുടെ ആക്സിസിൽ ഒരു ബഡ് ഉണ്ട്, അതിൻ്റെ പേര് ആക്സിലറി ബഡ് എന്നാണ്. അതിനെ ബ്രാഞ്ചായി വളർത്തുന്നത് സൈറ്റോകൈനിൻസ് ആണ്. ഓക്കെ, കൂടാതെ റൂട്ട് വരാൻ ഓക്സിൻ സഹായിക്കും, അഡ്വെന്റീഷ്യസ് റൂട്ട് വരാൻ. അപ്പോൾ സ്റ്റെമ്മിൽ നിന്ന് റൂട്ട് വരാൻ ഓക്സിൻ, പക്ഷെ റൂട്ടിൽ നിന്ന് സ്റ്റെം ഷൂട്ട് വരാൻ സൈറ്റോകൈനിൻ ആണ്. സോ അഡ്വെന്റീഷ്യസ് ഷൂട്ട് ഫോർമേഷൻ, ബ്രാഞ്ചുകളുടെ ഫോർമേഷൻ, അതൊക്കെ സൈറ്റോകൈനിൻ്റെ ഫംഗ്ഷൻ ആണ്. എത്തിലിൻ ലാറ്ററൽ ഷൂട്ട് ഗ്രോ അല്ലെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ലാറ്ററൽ ഷൂട്ട് എന്ന് വെച്ചാൽ ബ്രാഞ്ച് ആണ്, അത് വരുത്തുന്നത് എത്തിലിൻ അല്ല, അത് സൈറ്റോകൈനിൻ ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ തെറ്റാണ്. നമ്മളോട് തെറ്റാ കണ്ടുപിടിക്കാൻ പറഞ്ഞേ, അവിടെ നമ്മളിത് ചൂസ് ചെയ്യണം. എത്തിലിൻ അല്ല ലാറ്ററൽ ഷൂട്ട് ഫോർമേഷന് വേണ്ടിയിട്ട് ലീഫിൻ്റെ ആക്സിസിലുള്ള ആക്സിലറി ബഡിൽ നിന്ന് ലാറ്ററൽ ബ്രാഞ്ചുകളെ വരാൻ സഹായിക്കുന്നത് സൈറ്റോകൈനിൻ ആണ്, എത്തിലിൻ അല്ല. ഓക്കെ, യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Quantitative comparisons between the growth of living systems can be made by NCERT പറഞ്ഞിട്ടുണ്ടല്ലേ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് ഗ്രോത്ത് ചെയ്യാനുള്ള മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന്. ഓപ്ഷൻസ്: absolute growth rate, relative growth rate, exponential growth rate, both 1 and 2. അസസ് ചെയ്ത് റൈറ്റ് ആൻസർ ലോക്ക് ചെയ്യും മക്കളെ. absolute growth rate, relative growth rate, exponential growth rate, and both 1 and 2. That means absolute and relative. Let me explain it. ഇതിലെ exponential growth rate എന്നത് ഒരു ടൈപ്പ് ഓഫ് ഗ്രോത്ത് ആണ് when the resources are unlimited. അതുകൊണ്ട് നമുക്കൊരു S shaped growth pattern കിട്ടും. sigmoid growth curve, world's pearl logistic growth curve എന്നൊക്കെ വിളിക്കാം. അതിൽ ഇനീഷ്യൽ സ്ലോ ഡബിളിംഗ് ആയ ലാഗ് ഫേസും സെൻട്രൽ ഫാസ്റ്റ് ഡബിളിംഗ് ആയ ലോഗ് ഓർ എക്സ്പൊണൻഷ്യൽ ഫേസും ഫൈനൽ കോൺസ്റ്റൻസി ആയ സ്റ്റേഷനറി ഫേസും ഉണ്ടാവും. ഓക്കെ, ആബ്സല്യൂട്ട് ഗ്രോത്തും റിലേറ്റീവ് ഗ്രോത്തും ലീഫിന്റെ പിക്ചറൊക്കെ തന്ന NCERT പ്ലാൻ ഗ്രോത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. രണ്ട് സ്ട്രക്ചേഴ്സ് തമ്മിലുള്ള ഫൈനൽ ഗ്രോത്തുകളെ കമ്പയർ ചെയ്യലാണ് ആബ്സല്യൂട്ട് ഗ്രോത്ത്. ഇനീഷ്യലി ഉണ്ടായതിലേക്ക് അവർക്കുണ്ടായ മാറ്റം കൂടി ചേർത്ത് കമ്പയർ ചെയ്യുന്നതാണ് റിലേറ്റീവ് ഗ്രോത്ത്. അപ്പം ഇത് രണ്ടും ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെന്റ് ഓഫ് ഗ്രോത്തിന്റെ ഫോംസ് എന്നാണ് NCERT പറഞ്ഞത്. ദിസ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4, both 1 and 2. Absolute growth rate and relative growth rate are the two methods used for the quantitative measurement of growth. Yes, option 4 is the right answer. Okay, the next question. Cells with increased vacuolation, നമ്മൾ പറഞ്ഞിരുന്നു ലൈഫ് സ്പാനിൻ്റെ ആദ്യ ഫേസായി ഗ്രോത്ത് ഫേസിൻ്റെ സബ് ഫേസുകളിൽ എപ്പോഴാണ് ഇത് നടക്കാന്ന്. ഇൻക്രീസ്ഡ് വാക്യുലേഷൻ, അപ്പോൾ സെൽ എൻലാർജ്മെന്റ് ആൻഡ് ന്യൂ സെൽ വാൾ ഡെപ്പോസിഷൻ ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് വിച്ച് ഫേസ് ഓഫ് ഗ്രോത്ത്. ഓപ്ഷൻസ്: മെരിസ്റ്റമാറ്റിക് ഫേസ്, ഇലോങ്ങേഷൻ ഫേസ്, മെച്ചുറേഷൻ ഫേസ്, ഡിഫറൻസിയേഷൻ ഫേസ്. നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ പലതും വരും ഓപ്ഷൻസിൽ. ഓക്കെ, choose the right one please.
എക്സാക്ട്ലി നമ്മളിത് പറഞ്ഞതാണ്. ഇതൊക്കെ ഇലോങ്ങേഷൻ ഫേസിന്റെ പ്രത്യേകതകളാണ്. ഇലോങ്ങേഷൻ ഫേസിലാണ് ഈ പറഞ്ഞതുപോലെ ഇൻക്രീസ്ഡ് വാക്യുലേഷനും സെൽ എൻലാർജ്മെന്റും ന്യൂ സെൽ വാൾ ഡെപ്പോസിഷനും ഒക്കെ നടക്കുക. പെർമനന്റ് ഓർ മെച്ചുറേഷൻ ഫേസ് എത്തുമ്പോൾ സെൽ അതിന്റെ മാക്സിമം സൈസ് ആൻഡ് ഷേപ്പ് ഇൻ പ്രോട്ടോപ്ലാസ്മിക് ഗ്രോത്ത് എത്തും, ഡിവിഷൻ കപ്പാസിറ്റി ലോസ് ചെയ്യുക. മെരിസ്റ്റമാറ്റിക് ഫേസിൽ സെൽസ് പ്രോട്ടോപ്ലാസം, ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും ഉള്ളതാണ്. തിൻ സെല്ലുലോസിക് സെൽ വാളോട് കൂടിയതാണ്. കോമ്പാക്ട്ലി പാക്ഡ് വിത്ത് ന്യൂമറസ് പ്ലാസ്മഡെസ്മേറ്റ ആണ്. വാക്യൂൾസ് ആബ്സെന്റ് ഓർ വെരി സ്മോൾ എന്നൊക്കെയാണ് പറഞ്ഞത് അല്ലേ. ഡിഫറൻസിയേഷൻ ഫേസ് എന്നത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ തന്നതാണ്. മെരിസ്റ്റമിൽ നിന്ന് പെർമനന്റ് ഓർ മെച്ചുറേഷനിലേക്കുള്ള ഒരു പ്രോസസ്സാണ് ഡിഫറൻസിയേഷൻ. ദ റൈറ്റ് ആൻസർ ഈസ് ഇലോങ്ങേഷൻ ഫേസ്. ഓൾ ദീസ് ഇവന്റ്സ് ആർ ഇൻ ഇലോങ്ങേഷൻ ഫേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ചാപ്റ്ററിലെ ലൈഫ് സ്പാൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണെന്ന്. മാച്ച് ദ ഫോളോവിംഗ് ആണ്. ഡോഗ്, ബട്ടർഫ്ലൈ, റൈസ് പ്ലാന്റ്, ബാനിയൻ ട്രീ എന്നീ ഓർഗാനിസംസിനെ തന്നിട്ടുണ്ട്. മാച്ചിങ് ആയ ലൈഫ് സ്പാനുകൾ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്തോളൂ. ഓപ്ഷൻസ് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. A2, B3, C4, D1 എന്നൊക്കെ. A3, B2, C4 and D1. മാച്ച് ചെയ്ത് നോക്കൂ എവിടെ എത്താന്ന്. മാച്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ലിസൺ ടു മീ. ഡോഗിന്റെ ലൈഫ് സ്പാൻ ഇവിടെ തന്നതിൽ ആവറേജ് 20 മാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബട്ടർഫ്ലൈസിന് 1 to 2 weeks ആണെന്ന് അറിയാലോ. റൈസ് പ്ലാന്റിന് 3 to 4 months ഓഫ് ലൈഫ് സ്പാൻ ഉണ്ടാവുക. അതുകൊണ്ട് ഒരു നെൽപ്പാടത്ത് 2 തവണയൊക്കെ കൃഷി നടക്കും അല്ലേ. ലൈഫ് സ്പാൻ 3 to 4 months അല്ലേ ഉള്ളൂ. ബാനിയൻ ട്രീസിന് 200 to 300 years ഓഫ് ലൈഫ് സ്പാൻ ഉണ്ട്. A should be with a dog should be with a 2, A with a 2, B with a 3, C with a 4 and D with a 1. Option 1 itself is the right answer. Is it? Okay. What is the duration of juvenile phase in bamboo? ബാമ്പുവിൻ്റെ കാര്യം അറിയാലോ അല്ലേ. മോണോകാർപ്പിക് ആണ്. ജീവിതത്തിൽ ഒരിക്കലേ പൂത്ത് കായ്ക്കുള്ളൂ. ആൻഡ് ഇന്റർ ഫ്ലവറിംഗ് പീരീഡ് ഓഫ് സ്ട്രബൈലാന്തസ് കുന്തിയാന, നീലക്കുറിഞ്ഞിയാണ് സ്ട്രബൈലാന്തസ്, മോണോകാർപ്പിക് തന്നെയാണ് റെസ്പെക്റ്റീവ്ലി. അപ്പം ആദ്യം ബാമ്പുവിൻ്റെ കാര്യവും പിന്നെ സ്ട്രബൈലാന്തസിൻ്റെ കാര്യവും പറയണം. നമ്മളത് പഠിച്ചു വെച്ചിട്ടുള്ളതാണ്. ബാമ്പുവിന് 50 to 100 years ആണ് ലൈഫ് സ്പാൻ. ലൈഫിൻ്റെ അവസാനം ഒറ്റവട്ടം ഫ്ലവർ ചെയ്ത് ഫ്രൂട്ട് ചെയ്യും, എന്നിട്ട് ഉണങ്ങിപ്പോവും. സ്ട്രബൈലാന്തസിന് 12 years ആണ് ലൈഫ് സ്പാൻ. ആ 12th ഇയറിൽ അത് ഫ്ലവർ ചെയ്യും, ഫ്രൂട്ട് ചെയ്ത് ഉണങ്ങിപ്പോവും. പിന്നെ ഇനി 12 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ 50 to 100 years regarding bamboo and 12 years for Strabailanthus. The answer option is option 2. Yeah. Match the following ആണ് again അല്ലേ. ഒരു സൈഡിൽ മയോസൈറ്റിന്റെ ക്രോമസോം മയോസൈറ്റിന്റെ പേരുകളും ഓപ്പോസിറ്റ് സൈഡിൽ അതിന്റെ ക്രോമസോം നമ്പറും ഉള്ളത്. സോ മാച്ച് ദ ഫോളോവിംഗ് റിഗാർഡിംഗ് ടു നമ്പർ ഓഫ് ക്രോമസോംസ് ഇൻ മയോസൈറ്റ്. ഒഫിയോഗ്ലോസം ഒരു ഫേൺ ആണ്, ഒഫിയോഗ്ലോസം റെറ്റിക്കുലേറ്റം. ആപ്പിൾ, റൈസ് ആൻഡ് മെയ്സ് അവരുടെ ക്രോമസോം നമ്പേഴ്സ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ചൂസ് ചെയ്യണം. 20, 24, 34, 1260 എന്നത്. കുറേ മാച്ചസ് ഉണ്ട്, കുറേ ഓപ്ഷൻസ് 4 ഉണ്ട്. ചൂസ് ദ റൈറ്റ് വൺ പ്ലീസ്. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് ചോദിക്കുക, സ്ട്രെയിറ്റ് ഫ്രം NCERT. സോ ബി കോൺഷ്യസ് ഓഫ് ദം. പറയാമല്ലേ. മെയോസൈറ്റ് ആരാണ്? ദ ഡിപ്ലോയിഡ് സെൽ ദാറ്റ് അണ്ടർഗോ മെയോസിസ് ഈസ് കോൾഡ് ദ മെയോസൈറ്റ്. മെയോസിസ് നടക്കാൻ പോണ ഡിപ്ലോയിഡ് സെല്ലിന്റെ പേരാണ് മെയോസൈറ്റ്. മെയോസൈറ്റ് ഓൾവേസ് ഡിപ്ലോയിഡ് ആയിരിക്കും, 2n ആയിരിക്കും. അതിനുണ്ടാവുന്ന ഗമീറ്റ്സ് ഓൾവേസ് ഹാപ്ലോയിഡ് n ആയിരിക്കും. ഓഫിയോഗ്ലോസം റെറ്റിക്കുലേറ്റം എന്ന ഫേൺസ് അവർക്ക് 1260 ക്രോമസോംസ് ആണ് മെയോസൈറ്റിൽ ഉണ്ടാവുക. അതുകൊണ്ട് മെയോസിസിന് ശേഷം ഹാപ്ലോയിഡ് ഗമീറ്റ്സിൽ 630 ക്രോമസോംസ് ഉണ്ടാവും. ആപ്പിൾ 34 ക്രോമസോംസ് ഉള്ള ജീവിയാണ്, ചെടിയാണ്. റൈസിന് 24 ക്രോമസോംസും മെയ്സിന് 20 ക്രോമസോംസും എന്ന് NCERT സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വരുന്നൊരു മാച്ച് വേണം ചൂസ് ചെയ്യാൻ. A should be with 4, അതെല്ലാം അങ്ങനെ തന്നെയാണ്. B with 3, അവിടെ 2 ആളേ ഉള്ളൂ. അപ്പോൾ A 1 ആവാം 4 ആവാം.
C with 2. അപ്പം മനസ്സിലായി. Option 4 is the right answer. And D with 1. Exactly. Next question. Which of the following structure is the vital link that ensures continuity of species between organisms of one generation and the next? രണ്ട് ജനറേഷനുകളുടെ ഇടയിലുള്ള ലിങ്ക് ആരാണ്? എൻഡോസ്പേം, സൈഗോട്ട്, എംബ്രിയോ, സെക്സ് ഓർഗൻസ്. എൻസ്റ്റഡി കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഓക്കെ, ഇവൻറ്റ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ. ചൂസ് ദ റൈറ്റ് വൺ പ്ലീസ്. Yeah, the right answer is zygote. Zygote ഉണ്ടായാലാണ് അടുത്ത തലമുറ വരിക. ഒരു ജനറേഷനിലെ ജീവികളിൽ ഗമീറ്റ്സ് ഉണ്ടായതുകൊണ്ട് അടുത്ത തലമുറ ഉണ്ടാവണമെന്നില്ല. ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ആയാലേ അപ്കമിങ് ജനറേഷൻ ഉള്ളൂ. അവിടെ രണ്ട് ജനറേഷനുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന വൈറ്റൽ ലിങ്ക് എന്ന് പറയുന്നത് സൈഗോട്ടാണ്. എൻഡോസ്പം ആൻജിയോസ്പമിൽ മാത്രമല്ലേ കാണപ്പെടുള്ളൂ. സൈഗോട്ട് ഉണ്ടായിട്ടേ എംബ്രിയോ ഉണ്ടാവുള്ളൂ. സെക്സ് ഓർഗൻസ് ഏത് ജീവിയിലും ഉണ്ടാവാം എന്ന് കരുതി അടുത്ത തലമുറ ഉണ്ടാവണമെന്നില്ല. സോ സൈഗോട്ട് ഈസ് ദ വൈറ്റൽ ലിങ്ക് ദാറ്റ് എൻഷുവേഴ്സ് കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ബിറ്റ്വീൻ ജനറേഷൻസ്. അതുകൊണ്ട് 2 ആണ് റൈറ്റ് ആൻസർ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇൻകറക്റ്റ് ആണ്. ക്വസ്റ്റ്യനിൽ അങ്ങനെയുള്ള ഡബിൾ നെഗറ്റീവ് ഒക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. വിച്ച് ഇസ് നോട്ട് ഇൻകറക്റ്റ്. അപ്പോൾ കറക്റ്റ് വേണം ചൂസ് ചെയ്യാൻ. അങ്ങനത്തെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ശ്രദ്ധിച്ചോളാം. ഇവിടെ ഇൻകറക്റ്റ്, ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് എന്നേ ക്വസ്റ്റ്യൻ ഉള്ളൂ. കുക്കുർബിറ്റ്സ് ആർ മൊണീഷ്യസ് പ്ലാന്റ്സ്. പപ്പായ ഈസ് എ ഡയേഷ്യസ് പ്ലാന്റ്. മയോസൈഡ്സ് ആർ ഹാപ്ലോയിഡ്. Male gametes are transferred through pollen tube in spermatophytes. So, കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ വന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. യെസ്, കമ്പയർ ദ ഓപ്ഷൻസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ലോക്കാക്കിയോ ഓപ്ഷൻ? എങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കുക്കുർബിറ്റ്സ് ആർ മൊണീഷ്യസ് പ്ലാന്റ്സ് എന്നാണ് ഓപ്ഷൻ 1-ലുള്ളത്. മത്തനും കുമ്പളവും പടവലവും പാവലും ഒക്കെ വരുന്ന ഫാമിലിയാണ് കുക്കുർബിറ്റേസി എന്ന കുക്കുർബിറ്റ്സ് എന്ന കുക്കുംബേഴ്സ്. കുക്കുർബിറ്റ്സിന്റെ പ്രത്യേകത എന്താ? അവരിലെ ഓരോ ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ആണ്. അഥവാ ആ ചെടികളിൽ ആൺപൂക്കൾ, സ്റ്റെയ്മൻ മാത്രമുള്ള പൂക്കൾ, ആൺപൂക്കൾ സെപ്പറേറ്റ് ആയിട്ടാണ് വരിക. അതേ ചെടിയിൽ തന്നെ ഇൻഫീരിയർ ഓവറിയോട് കൂടിയ പെൺപൂക്കൾ സെപ്പറേറ്റ് ആയിട്ടും വരും. അഥവാ മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും സെപ്പറേറ്റ് ആയിട്ടാണ് കുക്കുർബിറ്റ്സിന്റെ ഒരേ ചെടിമേൽ തന്നെ ഉണ്ടാവുക. ഒരേ വള്ളിമേൽ തന്നെ ആൺപൂക്കളും പെൺപൂക്കളും വേറെ വേറെ ഉണ്ടാവും. ഇപ്പം ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സ് യൂണിസെക്ഷൽ ആണെങ്കിലും പ്ലാന്റ് മൊത്തത്തിൽ എന്താണ്? ബൈസെക്ഷൽ ആണ്. കുക്കുർബിറ്റ്സ് ആർ മൊണീഷ്യസ് പ്ലാന്റ്സ് എന്നാണ് പറഞ്ഞത്. പ്ലാന്റ് മൊണീഷ്യസ്. മൊണീഷ്യസ് എന്ന് വെച്ചാൽ ബൈസെക്ഷൽ ആണ്. ബൈസെക്ഷലിന്റെ വേറെ വാക്കാണ് എന്ത്? മൊണീഷ്യസ്. അപ്പോൾ ആ ഓപ്ഷൻ റൈറ്റ് ആണ്, ട്രൂ ആണ്. പപ്പായ ഈസ് എ ഡയേഷ്യസ് പ്ലാന്റ്. അതും ശരിയാണ്. പപ്പായയ്ക്ക് ആൺമരം വേറെയാണ്, പെൺമരം വേറെയാണ്. ആൺമരത്തിൽ ആൺപൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ, പെൺമരത്തിൽ പെൺപൂക്കൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ യൂണിസെക്ഷൽ അല്ലെങ്കിൽ ഡയേഷ്യസ് ആണ്. യൂണിസെക്ഷൽ, ആ മനുഷ്യനെ പോലെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ്, അതിനെയാണ് ഡയേഷ്യസ് എന്ന് പറയാം. മയോസൈഡ്സ് ആർ ഹാപ്ലോയിഡ്. അതൊരു ബിഗ് ബ്ലണ്ടർ ആണ്. അതുകൊണ്ട് ഇതാണ് ഇവിടുത്തെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇതാണ്. ബിക്കോസ് മയോസൈഡ്സ് ആർ ഓൾവേസ് ഡിപ്ലോയിഡ് ആണ്, അല്ലാതെ ഹാപ്ലോയിഡ് അല്ല. മയോസൈഡ്സ് എപ്പോഴും ഡിപ്ലോയിഡ് ആണ് ആവുക. മയോസിസ് നടക്കാൻ പോണ സെല്ലുകളാണ് മയോസൈഡ്സ്. ദാറ്റ് വിൽ ബി ഓൾവേസ് ഡിപ്ലോയിഡ്. സ്പെർമാറ്റോഫൈറ്റ്സിലെ സ്പെർമ എന്ന് പറഞ്ഞ സീഡ് ആണ്. അപ്പൊ സ്പെർമാറ്റോഫൈറ്റ്സ് എന്ന് പറയുമ്പോൾ സീഡഡ് പ്ലാന്റ്സ് എന്നാണ്. സീഡഡ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ജിംനോസ്പേംസും ആൻജിയോസ്പേംസുമാണ്. അവർക്ക് പോളൻ ഗ്രെയിൻ്റെ ഉള്ളിലാണ് മെയിൽ ഗമീറ്റ്സ് ഉണ്ടാവാറ്. അത് മൂവ് ചെയ്യുന്നത് പോളൻ ട്യൂബിൽ കൂടിയാണ് മെയിൽ ഗമീറ്റ്സ് മൂവ് ചെയ്യുക. നോക്ക്, മെയിൽ ഗമീറ്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ത്രൂ പോളൻ ട്യൂബ് ഇൻ സ്പെർമാറ്റോഫൈറ്റ്സ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇൻകറക്റ്റാ കണ്ടുപിടിക്കാൻ പറഞ്ഞേ. അപ്പോൾ 3 ആണ് ഇൻകറക്റ്റ് വൺ. ബിക്കോസ് മയോസൈറ്റ്സ് ആർ ഓൾവേസ് ഡിപ്ലോയിഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് എംബ്രിയോജെനസിസ്, എംബ്രിയോ ഉണ്ടാവുമ്പോൾ ആരുന്ന് എംബ്രിയോ ഉണ്ടാവുക? സൈഗോട്ടിൽ നിന്ന്.
During embryogenesis, zygote go through which of the following process or processes? Option 1, cell division. Option 2, cell differentiation. Both 1 and 2 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. Either cell division or cell differentiation എന്നൊരു ഓപ്ഷനും ഉണ്ട്. NCERTയിലെ സെന്റൻസ് as such ആണ്. Yes. Find out the right option. The right answer is both 1 and 2. During embryogenesis, the two major events are cell division, the mitosis to increase cell number, and cell differentiation to form specialized group of cells in NCERT. One celled zygote il ninnu, single celled diploid zygote il ninnu multicellular diploid embryo undavan mitosis എന്ന cell division നടക്കണം, specialized group of cells ആവാൻ cell differentiation നടക്കണം. Option 3 is the right one. Yes. Sexual reproduction is of isogamous type in options Rixia, 2 Selaginella, 3 Cladophora, and 4 Cycas. ആർക്കാണ് ഇതിൽ ഐസോഗ്യാമസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ളത്? ചൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാം. റിക്സിയ ഒരു ബ്രയോഫൈറ്റ് ആണ്, ആംഫീബിയൻ ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ്. അപ്പം മെയിൽ ഗെമീറ്റ് ചെറുതാണ്, ബൈഫ്ലജലേറ്റഡ് ആൻഡ് മോട്ടൈൽ ഇൻ വാട്ടർ ആണ്. ഫീമെയിൽ സെക്സ് ഓർഗനകത്തുള്ള ആർക്കിഗോണിയത്തിനകത്തുള്ള ഫീമെയിൽ ഗെമീറ്റായ എഗ് ഓർ ഓവം വലുതാണ്, നോൺ മോട്ടൈൽ ആണ്. അപ്പോൾ അവർ ഊഗ്യാമസ് ആണ്, മനുഷ്യനെ പോലെ. മെയിൽ ഗെമീറ്റ് ഈസ് സ്മോൾ ആൻഡ് മോട്ടൈൽ, ഫീമെയിൽ ഗെമീറ്റ് ഈസ് ലാർജ് ആൻഡ് നോൺ മോട്ടൈൽ ആണ്. സെലാജിനെല്ലയ്ക്കും അങ്ങനെ തന്നെയാണ്. സെലാജിനെല്ല ടെറിഡോഫൈറ്റ് ആണ്. അതുകൊണ്ട് മെയിൽ ഗെമീറ്റിന് ടു ബൈ ഓർ മെനി ഫ്ലജല്ല, 2 or more ഫ്ലജല്ല ഉണ്ടാവും എന്ന് മാത്രം. സെലാജിനെല്ല അത് ടെറിഡോഫൈറ്റ് ആണ്, അവരും ഊഗ്യാമസ് ആണ്. സൈക്കസ് ഒരു ജിംനോസ്പാം ആണ്. മോട്ടൈൽ ആയിട്ടുള്ള മെയിൽ ഗെമീറ്റ്സും നോൺ മോട്ടൈലായ ഫീമെയിൽ ഗെമീറ്റും സൈക്കസിന്റെ പ്രത്യേകതയാണ്. ജിംനോസ്പാമിലെ ബാക്കി ഒരാൾക്കും മോട്ടൈൽ മെയിൽ ഗെമീറ്റ്സ് ഇല്ല, സൈക്കസിന് മോട്ടൈൽ മെയിൽ ഗെമീറ്റ്സ് ഉണ്ട്. ടെറിഡോഫൈറ്റിനോടുള്ള ഒരു അഫിനിറ്റിയാണത്, സൈക്കസിന്റെ ബന്ധം. ക്ലാഡോഫോറ ഒരു ഗ്രീൻ ആൽഗയാണ്. ക്ലാഡോഫോറ അയാളെയാണ് എംഗെൽമാൻ എന്ന സയന്റിസ്റ്റ് എന്തിനു വേണ്ടി യൂസ് ചെയ്ത്, ആക്ഷൻ സ്പെക്ട്രം കണ്ടെത്താൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്തത്. അവർ ഐസോഗ്യാമസ് ആണ്, 2 ഗെമീറ്റ്സും സിമിലർ ആയിട്ടുള്ള ഐസോഗ്യാമസ് ആണ്. അതുകൊണ്ട് നമ്മുടെ റൈറ്റ് ആൻസർ ഇതാണ്, ഓപ്ഷൻ 3 ആണ്. ക്ലാഡോഫോറിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഐസോഗ്യാമസ് ആണ്. യെസ്. കൾട്ടിവേഷൻ ഓഫ് ഫ്ലോറൽ പ്ലാന്റ്സ് ഈസ് നോൺ ആസ് ഹോർട്ടിക്കൾച്ചർ, ഏത് പ്ലാന്റും ആവാലോ അല്ലേ. സെറികൾച്ചർ, പട്ടുനൂൽ പുഴുവല്ലേ. വേർമികൾച്ചർ, മണ്ണിരനെ വളർത്തലല്ലേ. ഫ്ലോറികൾച്ചർ ഈസ് എ റൈറ്റ് ആൻസർ. ഫ്ലവറിനും ഫ്ലവർ പാർട്സിനും വേണ്ടി പ്ലാന്റ്സിനെ വളർത്തുന്നതിന്റെ പേരാണെന്ത്? ഫ്ലോറികൾച്ചർ. സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങ് തന്നേ ഉള്ളൂ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം ദ ഫോർമേഷൻ ഓഫ് എംബ്രിയോ പോയിന്റ് ഓഫ് വ്യൂ, എംബ്രിയോന്റെ ഫോർമേഷനുമായി ചിന്തിക്കുമ്പോൾ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് പ്ലാന്റ് ഗ്രൂപ്പ് ഈസ് ദ ഓഡ് വൺ? ഏതാണ് ഓഡ് വൺ എന്ന് കണ്ടുപിടിക്കൂ. ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പാംസ്. എംബ്രിയോ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഇതിൽ ഓഡ് വൺ ആരാണ്? ചൂസ് ചെയ്യും മക്കളെ. റൈറ്റ് ആൻസർ മനസ്സിൽ കരുത്. നോക്ക, ബ്രയോഫൈറ്റ്സിന് ആർക്കിഗോണിയമിന്റെ ഉള്ളില്, ഫീമെയിൽ സെക്സ് ഓർഗനായ ആർക്കിഗോണിയമിന്റെ ഉള്ളില് ഒരു എംബ്രിയോ ഫോർമേഷൻ ഉണ്ട്. ടെറിഡോഫൈറ്റ്സിനും അതെ ആർക്കിഗോണിയമിന്റെ ഉള്ളിൽ ഒരു എംബ്രിയോജനസിസ് ഉണ്ട്. ജിംനോസ്പാംസിന് എന്തായാലും ഒവ്യൂളിന്റെ ഉള്ളിൽ അവർക്ക് എന്തുണ്ട്? എംബ്രിയോജനസിസ് ഉണ്ട്, സീഡ് ഫെറി ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ എംബ്രിയോ ഫോർമേഷൻ ഉള്ള ആൾക്കാരാണ്. ഓഡ് വൺ ഇവിടെ തന്നതിലെ ആൽഗയാണ്, പ്രത്യേകിച്ച് ലോവർ ആൽഗെ. കാരണം മെയിൽ ഗെമീറ്റും ഫീമെയിൽ ഗെമീറ്റും ഫ്യൂസ് ചെയ്തുണ്ടായ ഡിപ്ലോയിഡ് സൈഗോട്ട് തന്നെയാണ് അവർക്ക് സ്പോറോഫൈറ്റായി വർക്ക് ചെയ്യുക. അതിന് എംബ്രിയോ ഒന്നും ഉണ്ടാവില്ല, നേരിട്ടങ്ങ് മെയോസിസ് നടക്കുകയാണ് ചെയ്യാറ്. എന്നിട്ട് ഹാപ്ലോയിഡ് സ്പോറുകളായി മാറാറാണ്. അതുകൊണ്ട് ലോവർ ആൽഗകൾക്ക് പ്രത്യേകിച്ചും zygote itself is acting as a sporophyte. Thus the chlorophyte shows haplodic life cycle എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓഡ് വൺ ആൽഗയാണ്, പ്രത്യേകിച്ച് ലോവർ ആൽഗെ. Regarding to reproduction, which of the following statement is correct എന്നാണ് ക്വസ്റ്റ്യൻ.
ഇൻകറക്റ്റ് അല്ല, കറക്റ്റ് ആണ്. ഒന്ന്, asexual reproduction is common among multicellular plants and animals. രണ്ട്, in monerans, cell division itself is a mode of reproduction. മൂന്ന്, during bud formation in yeast, meiotic division occurs. നാല്, in fungi, fission is most common method of asexual reproduction. So, which is correct? എന്നതാണ് question. You may just compare all these four options and pick out the right one and lock it in your mind. Okay? Already? Let me explain option 1. Asexual reproduction is common among multicellular എന്നത് തെറ്റാണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസിനും സിംപ്ലർ ബോഡി ഓർഗനൈസേഷൻ ഉള്ളവർക്കുമാണ് asexual reproduction കോമൺ ആയി നടക്കുക. 1 ഇൻകറക്റ്റ് ആണ്. ഇൻ മൊനറൻസ്, അപ്പോൾ ബാക്ടീരിയ ഒക്കെയാണല്ലോ അവിടെ വരിക. മൊനറ കാര്യമായിട്ട് ബാക്ടീരിയ ഒക്കെയാണ്. സെൽ ഡിവിഷൻ, ബൈനറി ഫിഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. ബാക്ടീരിയകളുടെ ബൈനറി ഫിഷൻ ഇറ്റ് സെൽഫ് ഈസ് എ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. അത് ശരിയാണ്, നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് റൈറ്റ് ആണ്. അപ്പോൾ അത് ഓക്കെയാണ്. ബാക്കി കേൾക്കാം. ഡ്യൂറിങ് ബഡ് ഫോർമേഷൻ ഇൻ ഈസ്റ്റ്, മെയോട്ടിക് ഡിവിഷൻ തെറ്റി. അത് ഒരു അൺഈക്വൽ സെൽ ഡിവിഷൻ ആണ്. അത് മൈറ്റോസിസ് ആണ്. ഈസ്റ്റ് ഹാപ്ലോയിഡ് ആണ്. ഇനി അതിന് മിയോസിസ് അല്ല നടക്കുക, മൈറ്റോസിസ് ആണ് ബഡിങ്. ഇൻ ഫഞ്ചായി ഫിഷൻ അല്ല, പകരം ഫ്രാഗ്മെന്റേഷൻ ആണ് മോസ്റ്റ് കോമൺ ആയിട്ട് നടക്കാറുള്ള. എസെക്ഷൽ മെത്തേഡാണ്. വെജിറ്റേറ്റീവ് ആണെങ്കിൽ ഫ്രാഗ്മെന്റേഷനും, എസെക്ഷൽ ആണെന്നുണ്ടെങ്കിൽ സ്പോർ ഫോർമേഷനുമാണ് നടക്കാറ്. അപ്പം അതും തെറ്റിപ്പോയി. ഫിഷൻ അല്ല മോസ്റ്റ് കോമൺ. സോ 2 മാത്രമേ റൈറ്റ് ആയി വരൂ. മൊനറകളായ ബാക്ടീരിയകളിലൊക്കെ the cell division mitosis itself is acting as a type of asexual reproduction. That's it. The next question. What would be the ploidy of cells of tetrad? അതിന് ടെട്രാഡ് എവിടെയെന്ന് അറിയണമല്ലേ. നമ്മൾ കേട്ടിട്ടുണ്ട് 2 സെല്ലുകളുള്ള സ്റ്റേജിന് ഡയാഡ്, 4 സെല്ലുകളുള്ള സ്റ്റേജിന് ടെട്രാഡ് എന്നൊക്കെ. ഹാപ്ലോയിഡ് N, ഡിപ്ലോയിഡ് 2N, ട്രിപ്ലോയിഡ് 3N, ടെട്രാപ്ലോയിഡ് 4N. ഇതിൽ ടെട്രാഡിന്റെ പ്ലോയിഡ് ഏതാ? ടെട്രാഡ്. ലോക്ക് ചെയ്തോ റൈറ്റ് ആൻസർ മക്കളെ. മെയോസിസിന്റെ ഭാഗമായി ഡിപ്ലോയിഡ് ആയ ഒരു സെല്ല്, അതിനെ നമ്മൾ മെയോസൈറ്റ് എന്നാണ് വിളിക്കാറ്. ആ മെയോസൈറ്റിന് മെയോസിസ് നടന്നിട്ടാണ് 4 ഹാപ്ലോയിഡ് സെല്ലുകൾ ഉണ്ടാവാറ്. ആ 4 ഹാപ്ലോയിഡ് സെല്ലുകളെയാണ് നമ്മൾ ടെട്രാഡ് എന്ന് പറയാം. പോളൻ ഗ്രെയിൻ ഫോം ചെയ്യാൻ വേണ്ടി മൈക്രോസ്പോർ മദർ സെല്ലുകൾക്ക് മെയോസിസ് നടന്ന് 4 ഹാപ്ലോയിഡ് സെല്ലുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ മൈക്രോസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കും അല്ലേ. മെഗാസ്പോറോജെനസിന്റെ ഭാഗമായി ഒവ്യൂളിന്റെ ഉള്ളിൽ മെഗാസ്പോർ മദർ സെല്ലിന് മെയോസിസ് നടന്നിട്ട് 4 ഹാപ്ലോയിഡ് സെല്ലുകൾ ഉണ്ടാകുമ്പോൾ മെഗാസ്പോർ ടെട്രാഡ് എന്ന് വിളിക്കും. അതിലെ ഓരോ സെല്ലുകളും എന്താണ്? ഹാപ്ലോയിഡ് ആണ്. അപ്പോൾ അതിൻ്റെ പ്ലോയിഡ് ഹാപ്ലോയിഡ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അല്ലാതെ എന്നുകളെ കൂട്ടിയിട്ട് ഇതൊക്കെ കൂടി 4N എന്ന് പറയരുത്. ഓരോ സെല്ലിൻ്റെതാണ് പ്ലോയിഡ് പറയാം. നമ്മളെ ബോഡിയിൽ കോടിക്കണക്കിന് സെല്ലുകളുണ്ട്. നമ്മുടെ പ്ലോയിഡ് ഡിപ്ലോയിഡ് ആണ്. അല്ലാതെ ഡിപ്ലോയിഡിൻ്റെ കോടി മൾട്ടിപ്പിളായി പറയോ? ഇല്ല. അപ്പോൾ ഓരോ സെല്ലിൻ്റെതുമാണ് പ്ലോയിഡ് പറയാം. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1 ഓൺലി, ഹാപ്ലോയിഡ്. ടെട്രാഡ് 4 സെല്ലുകൾ മെയോസിസിൻ്റെ റിസൾട്ടാണ്. അത് ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ. Ovules generally differentiate a single megaspore mother cell in the 1. Micropylar region, 2. Chalazal region, 3. Both 1 and 2, 4. Integument region. Assess ചെയ്ത് റൈറ്റ് ഓപ്ഷൻ മനസ്സിൽ ലോക്ക് ചെയ്യൂ. ഒവ്യൂളിനെ പറ്റി അവിടെ പറയണേ. ഒവ്യൂൾ, മെഗാസ്പൊറാൻജിയം അല്ലെങ്കിൽ ഒവ്യൂൾ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ആൻജിയോസ്പെമിൻ്റെ ഒവ്യൂളിന് പൊതുവെ 2 കവറിങ്ങുകൾ ഉണ്ടാവാറുണ്ട്. ആ 2 കവറിങ്ങുകൾ നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത് ഇൻടെഗ്യുമെൻസ് എന്നാണ്. ഇൻടെഗ്യുമെൻസ്. ഒവ്യൂളിൻ്റെ ടിപ്പായി അറിയപ്പെടുന്ന ഭാഗം ഒരു മൈക്രോസ്കോപ്പിക് ഓപ്പണിങ്ങും ഉള്ളത്, അതിൻ്റെ പേരാണ് മൈക്രോപൈൽ. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ചലാസ. ഒവ്യൂളിനുള്ളിൽ കാണാറുള്ള ഡിപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂട്രിറ്റീവ് ടിഷ്യൂവിൻ്റെ പേരാണ് ന്യൂസെല്ലസ്.
ന്യൂസെല്ലസ്. ന്യൂസെല്ലസ് ചെലാസിൻ്റെ ഭാഗത്ത് കുറേ ഉണ്ടാവും, മൈക്രോപൈലിൻ്റെ ഭാഗത്ത് കുറവായിരിക്കും. ആ ന്യൂസെല്ലസിൽ നിന്ന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ സെല്ലിനെയും കാണാറുണ്ട്. ആ സ്പെഷ്യൽ സെല്ല്, ഓക്കെ, ആ സ്പെസിഫിക് ആയ സെല്ല് അയാളെ എവിടെയാ കാണാന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെയാണ് കാണാറ് ഡിപ്ലോയിഡ് ആയ സെല്ല്. അയാളുടെ പേര് മെഗാസ്പോർ മദർ സെൽ എന്നൊക്കെയാണ്. ഡിപ്ലോയിഡ് ആണ്. അയാളെ കാണുക ടുവാർഡ്സ് മൈക്രോപൈലാണ്. അതുകൊണ്ട് മൈക്രോപൈലിനടുത്ത് എന്ന ഓപ്ഷൻ 1 is the right answer. Okay, or we will generally differentiate a single megaspore mother cell MMC cell in the micropylar region എന്നതാണ് right answer. Yes, the next question. An example of insect pollinated flower, entomophily, insect pollination, in which flower provides safe place to lay eggs for insect. Insect ചെടിക്ക് കൊടുക്കുന്ന ഉപകാരം pollination. ചെടി അവിടെ തിരിച്ച് എഗ് ലേ ചെയ്യാനുള്ള പൊസിഷൻ കൊടുക്കുമെങ്കിൽ അത് ആരാണ്, ഏത് പ്ലാന്റ് ആണ്? ഓപ്ഷൻസ്: വാലിസ്നേറിയ, സാൽവിയ, അമോർഫോഫാലസ് ആൻഡ് മെയ്സ്. യെസ്, ഓക്കെ, ഓപ്ഷൻസ് അസസ് ചെയ്ത് റൈറ്റ് ആൻസർ എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? വാലിസ്നേറിയ വാട്ടർ പോളിനേഷനായ ഹൈഡ്രോഫിലിയാണ് ചെയ്യാറ്. അത് മെപ്പി ഹൈഡ്രോഫിലി, വാട്ടർ സർഫസിലെ പോളിനേഷൻ. സാൽവിക്ക് ഇൻസെക്ട് പോളിനേഷൻ ആണ്. ഒരു ട്രിഗർ മെക്കാനിസം ഒക്കെയാണ് അവിടെ ആക്ട് ചെയ്യുക. ഡൈനമസ് സ്റ്റേമൻസും. മെയ്സ് ചോളമാണ്, എൻറ്റമോഫിലിയാണ്, വിൻഡ് പോളിനേഷൻ ആണ്. അപ്പോൾ റൈറ്റ് ആൻസറിന് നമുക്കൊരു കൺഫ്യൂഷനും ഇല്ല. അത് അമോർഫോഫാലസ് എന്ന ചേനവർഗ്ഗങ്ങളാണ്. ചേനവർഗ്ഗങ്ങൾ ബീസിനെ അട്രാക്ട് ചെയ്യും. പോളിനേഷന് പകരം അവർക്ക് ഇൻസെക്ട്സിന് എഗ് ലേ ചെയ്യാനുള്ള പൊസിഷൻ കൊടുക്കും, സേഫ് പ്ലേസ് കൊടുക്കും. അമോർഫോഫാലസ് ചേനവർഗ്ഗങ്ങളാണ് ഉത്തരം. യെസ്, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻഡോസ്പേം ഡെവലപ്മെന്റ് പ്രിസീഡ്സ് എംബ്രിയോ ഡെവലപ്മെന്റ് ബിക്കോസ്. ഒരു ചെടിയിൽ ട്രിപ്പിൾ ഫ്യൂഷനും നടക്കും, സിംഗമിയും നടക്കും ആൻജിയോസ്പേംസിന്. ഒരുമിച്ച് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. സിംഗമിയിൽ 2 ഗമീറ്റ്സ് ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് ആവും. ട്രിപ്പിൾ ഫ്യൂഷനിൽ 2 പോളാർ ന്യൂക്ലിയകൾ തമ്മിൽ ഫ്യൂസ് ചെയ്തുണ്ടായ ഡിപ്ലോയിഡ് സെക്കൻഡറി ന്യൂക്ലിയസിലേക്ക് ഒരു മെയിൽ ഗമീറ്റ് കൂടി ഫ്യൂസ് ചെയ്ത് ട്രിപ്ലോയിഡ് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആവും. എന്നിട്ട് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഉള്ള സെല്ല്, പ്രൈമറി എൻഡോസ്പേം സെല്ല്, അത് ഡെവലപ്പ് ചെയ്ത് എൻഡോസ്പേം ആവും. അതാണ് ആദ്യം നടക്കുക. പിന്നീട് സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആവും. അതാ പറയണേ, എൻഡോസ്പേം ഡെവലപ്മെന്റ് പ്രിസീഡ്സ് എംബ്രിയോ ഡെവലപ്മെന്റ്. എംബ്രിയോ ഉണ്ടാവുന്നതിനെക്കാട്ടി മുമ്പേ എൻഡോസ്പേം ഉണ്ടാവും. ബിക്കോസ് റീസൺ എന്ത്? ഓപ്ഷൻ 1. എംബ്രിയോ പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ടു ഡെവലപ്പിംഗ് എൻഡോസ്പേം. എൻഡോസ്പേം പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ടു ഡെവലപ്പിംഗ് എംബ്രിയോ. Endosperm development starts after embryo development. All of the above. Assess. Choose the right option. Correct answer lettu makkale. Lokakiyalo. Explanation comes. Embryo provides nourishment to developing endosperm. തെറ്റാണ്, തിരിച്ചാണ്. എങ്ങനെയാണ്? ആർക്കാണ് നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എൻഡോസ്പേം ആണ്, എംബ്രിയോയ്ക്കാണ് കൊടുക്കുക. ഇവിടെ തിരിച്ചാ പറഞ്ഞത്, തെറ്റിപ്പോയി. 2. എൻഡോസ്പേം പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ടു ഡെവലപ്പിംഗ് എംബ്രിയോ. സൈഗോട്ടിന്ന് എംബ്രിയോ വളരണമെങ്കിൽ എൻഡോസ്പേം നറിഷ്മെന്റ് കൊടുത്തിട്ട് വേണം. അതുകൊണ്ട് എംബ്രിയോ ഉണ്ടാവണതിന്റെ മുമ്പേ എൻഡോസ്പേം ഉണ്ടാവണം. അത് ട്രൂ ആണ്. എൻഡോസ്പേം ഡെവലപ്മെന്റ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ എംബ്രിയോ ഡെവലപ്മെന്റ് അല്ലെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നെയുള്ളത്. എൻഡോസ്പേം ഡെവലപ്മെന്റ് ഡെവലപ്സ് ആഫ്റ്റർ അല്ല, പ്രിസീഡ്സ് ആണ്, മുന്നേ നടക്കുന്ന പറഞ്ഞിട്ടുള്ളത്. സോ ഓൾ ഓഫ് ദീസും അല്ല. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. യെസ്. എൻഡോസ്പേം മേ പെർസിസ്റ്റ് ഇൻ മെച്യൂർ സീഡിൻ. ആൻജിയോസ്പേമിനെല്ലാം ട്രിപ്പിൾ ഫ്യൂഷൻ ഉണ്ട്, ഡബിൾ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് എൻഡോസ്പേം ഫോർമേഷൻ എല്ലാ ആൻജിയോസ്പേംസിലും ഉണ്ട്. പക്ഷെ ചിലരുടെ ഇത് തീർന്നു പോകും. എംബ്രിയോയ്ക്ക് ഫുഡ് കൊടുത്ത് തീർന്നു പോകും അല്ലേ? അവരെ നോൺ എൻഡോസ്പാമസ്, നോൺ ആൽബുമിനസ്, എക്സ് ആൽബുമിനസ് സീഡ്സ് എന്ന് വിളിക്കും. വേറെ ചിലരിൽ എൻഡോസ്പം ബാക്കി അവശേഷിക്കും, എൻഡോസ്പാമസ് സീഡ്സ് എന്ന് വിളിക്കും. ക്വസ്റ്റ്യൻ ആരിൽ അവശേഷിക്കും, ആർക്കാണ് എൻഡോസ്പാമസ് സീഡ് ഉള്ളതെന്നാണ്. പി, ഗ്രൗണ്ട് നട്ട്, കാസ്റ്റർ, ബീൻസ് എന്നീ ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ആരാണ് മക്കളെ എൻഡോസ്പാമസ് സീഡ്സ് ഉള്ളത്? ആർക്കാണ് എൻഡോസ്പം പെർസിസ്റ്റ് ചെയ്യുന്നത്? ആൻസർ
യാ, നിങ്ങൾ ലോക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. കാസ്റ്റർ ആണ്. കാസ്റ്ററിനെയാണ് മലയാളത്തിൽ നമ്മൾ ആവണക്ക് എന്ന് പറയാം. ഓക്കെ, ആവണക്ക് എന്ന് പറയുന്ന ചെടിയാണ്. ആവണക്ക് എണ്ണയൊക്കെ അതിൽ നിന്നാണ് കിട്ടുക. അവർക്ക് ഓയിൽ റിച്ച് എൻഡോസ്പേം ഉണ്ട്. ബാക്കി പറഞ്ഞ പീ ആയിക്കൊള്ളട്ടെ, ബീൻസ് ആയിക്കൊള്ളട്ടെ, ഗ്രൗണ്ട് നട്ട് നിലക്കടല ആയിക്കോട്ടെ, ഇവരൊക്കെ ഒരേ ഫാമിലിയിലാണ് വരിക. ഫാമിലിന്റെ പേര് ഫെബേസി എന്നാണ്. ഫെബേസി ഫാമിലി, പി ഫാമിലി ഓൾവേസ് എന്താണ്? നോൺ എൻഡോസ്പേമസ് ആണ്. എൻഡോസ്പേം അവശേഷിക്കാത്ത ഫാമിലിയാണ് പി ഫാമിലി, ഫെബേസി. ആൻസർ കാസ്റ്റർ ആണ്, ആവണക്കാണ്. അവർക്ക് ഓയിൽ റിച്ച് എൻഡോസ്പേംസ് ഉണ്ട്. യെസ്, മനസ്സിലായിരുന്നല്ലോ അല്ലേ? Regarding to formation of pollen grain from microspore, which of the following statement is incorrect? Incorrect കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ pollen development പറ്റി sexual reproduction flowering plantsലുള്ള ഭാഗമാണ്. Generative cell is bigger. Vegetative cell possess irregularly shaped nucleus. Generative cell floats in cytoplasm of vegetative cell. Vacuole is present in vegetative cell. 4 ഓപ്ഷനിൽ ഒരു incorrect ഓപ്ഷൻ ഉണ്ട്. Choose it well. Assess the options and please try to find the right option. That means the incorrect option. Yeah. Vacuole is present in vegetative cell. ശരിയാണ്. വെജിറ്റേറ്റീവ് സെല്ലിൽ ഒരു വാക്യൂൾ കാണാറുണ്ട്, സെൻട്രൽ വാക്യൂൾ. ജനറേറ്റീവ് സെൽ ഫ്ലോട്ട്സ് ഇൻ സൈറ്റോപ്ലാസം ഓഫ് വെജിറ്റേറ്റീവ് സെൽ. ശരിയാണ്. അവിടുത്തെ ബിഗർ സെല്ലായി വെജിറ്റേറ്റീവ് സെല്ലിന്റെ സൈറ്റോപ്ലാസത്തിൽ ഫ്ലോട്ട് ചെയ്തത് പോലെയാണ് സ്മോളർ സ്പിൻഡിൽ ഷേപ്ഡ് ജനറേറ്റീവ് സെല്ലിനെ കാണപ്പെടുക. വെജിറ്റേറ്റീവ് സെൽ പൊസസ് ഇറഗുലർലി ഷേപ്ഡ് ന്യൂക്ലിയസ്. ശരിയാണ്. ജനറേറ്റീവ് സെൽ ഈസ് ബിഗർ എന്നത് തെറ്റാണ്. 2 സെൽഡ് പോളൻ ഗ്രെയിനിലെ ചെറിയ സെല്ലാണ് ജനറേറ്റീവ് സെൽ. വലിയ സെൽ വിത്ത് വാക്യൂൾ ആണ് വെജിറ്റേറ്റീവ് സെൽ. സോ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് ഇൻകറക്റ്റ് ആണ്. അത് 1 ആണ്. കാരണം ജനറേറ്റീവ് സെൽ അല്ല ബിഗർ, വെജിറ്റേറ്റീവ് സെൽ ആണ് ബിഗർ. ജനറേറ്റീവ് സെൽ സ്മോളർ ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is probable reason of limited distribution of bryophytes and pteridophytes? ഭൂമിയിൽ ബ്രയോഫൈറ്റുകളുടെയും ടെറിഡോഫൈറ്റുകളുടെയും ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡ് ആണ്. ജിംനോസ്പാംസ് എക്സ്ട്രീം ഹാബിറ്റാറ്റ്സിൽ കാണാറുണ്ട്. ആൻജിയോസ്പാംസ് വൈഡ് സ്പ്രെഡഡ് ആണ്. അതിനെ അപേക്ഷിച്ച് ബ്രയോടെറിഡോഫൈറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ കുറവാണ്. എന്തുകൊണ്ട്? ഓപ്ഷൻസ്. ജാക്കറ്റഡ് മൾട്ടി സെല്ലുലാർ എക്സോർഗൻസ് ആയതുകൊണ്ടാണോ? ആബ്സെൻസ് ഓഫ് റൂട്ട്സ് ഉള്ളതുകൊണ്ടാണോ? ആബ്സെൻസ് ഓഫ് സീഡ്സ് ആയതുകൊണ്ടാണോ? നീഡ് ഓഫ് വാട്ടർ ഫോർ ട്രാൻസ്ഫർ ഓഫ് മെയിൽ ഗമീറ്റ്സ് ആയതിനാലാണോ? വേഗം ഓപ്ഷനുകൾ ഒന്ന് കമ്പയർ ചെയ്യാം. ഇതിലേത് കാരണം കൊണ്ടാണ് ബ്രയോടെറിഡോഫൈറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഭൂമിയിൽ ലിമിറ്റഡ് ആയത്, റെസ്ട്രിക്റ്റഡ് ആയത് എന്ന് കണ്ടുപിടിച്ചു പറയൂ. യെസ്, ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 4. ബ്രയോഫൈറ്റ്സ് ആംഫിബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം ആണ്. ഈവൻ ദോ ദേ ആർ ദ ടെറസ്ട്രിയൽ പ്ലാന്റ്സ്, water is essential for gamete transfer, androzoid transfer during sexual reproduction. Pteridophyte sporophyte is terrestrial, but its gametophyte prothallus require moist, damp, humid, cool, shady places as water is essential for sexual reproduction, as the water is the male gamete transferring medium. ബ്രയോടെറിഡോഫൈറ്റുകൾക്ക് മെയിൽ ഗമീറ്റുകൾക്ക് ചലിക്കാൻ വാട്ടർ വേണം. അതുകൊണ്ട് ഡാംപായ സ്ഥലങ്ങളിൽ മാത്രമേ അവരെ കാണുള്ളൂ. അവരുടെ ഡിസ്ട്രിബ്യൂഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. ഓപ്ഷൻ 4 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. സീഡ് ഈസ് ദ ബേസിസ് ഓഫ് അവർ അഗ്രികൾച്ചർ. ശരിയാണ്, നമ്മുടെ കൃഷി അധികവും വിത്ത് വിതച്ചിട്ടുണ്ടാകുന്ന കൃഷി രീതിയാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ഓർ ആർ ക്രൂഷ്യൽ ഫോർ സ്റ്റോറേജ് ഓഫ് സീഡ്സ്? വിത്തുകളെ സൂക്ഷിക്കാൻ സഹായിക്കുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? സോ ദാറ്റ് ദേ ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ് ത്രൂ ഔട്ട് ദ ഇയർ. ഒരു വർഷം മുഴുവൻ അതിനെ ശേഖരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ ടു റേസ് ക്രോപ്പ് ഇൻ ദ നെക്സ്റ്റ് സീസൺ. സ്റ്റോക്ക് ചെയ്തിട്ട് അടുത്ത സീസണിൽ അതിനെ വിതച്ച് മുളപ്പിക്കാനും പറ്റും. അതിനുള്ള റീസൺ ഏതൊക്കെ? ഓപ്ഷൻസ്: ഡീഹൈഡ്രേഷൻ, ഡോർമെൻസി, വെർമി കൾച്ചർ, ബോത്ത് 1 and 2. വേഗം ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ? ഡീഹൈഡ്രേഷൻ, വാട്ടർ നഷ്ടപ്പെടുത്തി ഉണക്കി വെക്കുക, ഉണങ്ങുക. വിത്തുകൾ മെച്ചുവർ ആകും തോറും ഡീഹൈഡ്രേറ്റഡ് ആവും. വേറൊരു വാക്കാണ് ഡെസിക്കേറ്റഡ് ആവും.
വാട്ടർ ലോസ് ആവും. അത് ശരിയാണ്. ഡോർമെൻസി, വിത്തുകൾക്ക് ഫേവറബിൾ സീസൺ കിട്ടിയാലും പെട്ടെന്ന് മുളയ്ക്കൂല. ദ റിലക്ട് ടു ജെർമിനേറ്റ്, എന്തിനു വേണ്ടി? ടു എൻഷുർ ദ ജെർമിനേഷൻ ഇൻ ദ അപ്കമിങ് ഫേവറബിൾ സീസൺ. അപ്പോൾ രണ്ടും ചേർന്നതാണ് ഓപ്ഷൻ. ഓപ്ഷൻ ബോത്ത് 1 and 2 എന്നതാണ്. ഓപ്ഷൻ 4 ആണ്. വെർമി കൾച്ചർ മണ്ണിര വെച്ചുള്ള കൃഷി രീതിയാണ്, അത് മണ്ണിര കൃഷിയാണ്, മണ്ണിര വളർത്തലാണ്, അതല്ല നമ്മുടെ ഓപ്ഷൻ. യെസ്. ദ ജനറ്റിക് മെക്കാനിസം which inhibit pollen germination or pollen tube growth in pistil so that self-pollination can be prevented is known as, outbreeding deviceകളിലാണ്. Inbreeding depression, self-incompatibility, interspecific incompatibility, heterosis. Technical terms ഒക്കെ ഉണ്ട്. നോക്ക്, റൈറ്റ് ആൻസർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. മക്കളെ, എന്താണ് ഈ ഇൻബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ? അത് റിപ്പീറ്റഡ് ഇൻബ്രീഡിങ് കൊണ്ട്, റിപ്പീറ്റഡ് ആയ റിലേറ്റീവ് മേറ്റിംഗ് കൊണ്ട് പ്രൊഡക്ടിവിറ്റിയും ഫെർട്ടിലിറ്റിയും റെഡ്യൂസ് ആകുന്നതിൻ്റെ പേരാണ് ഇൻബ്രീഡിങ് ഡിപ്രഷൻ. അത് ഹോമോസൈഗോസിറ്റി കൂടിയിട്ടാണ് എന്നൊക്കെ സ്ട്രാറ്റജീസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് മക്കളെ ഈ ഹെറ്ററോസിസ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ വേറൊരു വാക്ക് ഹൈബ്രിഡ് വിഗർ എന്നാണ്. രണ്ട് പേരൻസ് തമ്മിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ജനിച്ച മക്കൾക്ക് പേരൻസിനേക്കാൾ സുപ്പീരിയർ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലാണ് ഹെറ്ററോസിസ് അല്ലെങ്കിൽ ഹൈബ്രിഡ് വിഗർ എന്ന് പറയാം. അല്ലാതെ ഇത് ഹെറ്ററോസിസ്റ്റ് അല്ല കേട്ടോ. ഹെറ്ററോസിസ്റ്റ് എന്ന് പറയുമ്പോഴാണ് സൈനോബാക്ടീരിയകളായ നൊസ്റ്റോകനാബീനകളിലെ നൈട്രജൻ ഫിക്സിംഗ് സെല്ല് എന്ന് ഓർക്കേണ്ടത്. ഇത് ഹെറ്ററോസിസ് അഥവാ ഹൈബ്രിഡ് വിഗർ ആണ്. രണ്ട് പേരൻസിന് ജനിച്ച മക്കള് പേരൻസിനേക്കാൾ ഫിസിയോളജിക്കൽ ഫീച്ചേഴ്സും ബെറ്റർ ആയവരായത്. എന്താ ഇന്റർ സ്പെസിഫിക് ഇൻകോമ്പാറ്റിബിലിറ്റി? അത് ഡിഫറെന്റ് സ്പീഷീസുകൾ തമ്മിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ സാധാരണ നടക്കാത്തതിന്റെ കാരണമാണ് ഇന്റർ സ്പെസിഫിക് ഇൻകോമ്പാറ്റിബിലിറ്റി. നമ്മുടെ ഉത്തരം സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി ആണ്. ഒരു ചെടീൻ്റെ പോളൻ ഗ്രെയിൻ അതേ ചെടീൻ്റെ സ്റ്റിഗ്മയിൽ ഒന്നുകിൽ മുളയ്ക്കൂല അല്ലെങ്കിൽ പോളൻ ട്യൂബ് വളരൂല. അതൊരു ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ആണ്. പേര് സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി എന്നാണ്. അത് സെൽഫ് പോളിനേഷൻ തടയാനുള്ള ഒരു ഔട്ട്ബ്രീഡിംഗ് ഡിവൈസ് ആണ്. യെസ്. സിംഗമി റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സിമ്പിൾ സൈഗോട്ട്, പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ്, എൻഡോസ്പെർം ഫ്രൂട്ട്. പറയൂ, ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഒരു മെയിൽ ഗമീറ്റും ഹാപ്ലോയിഡ് ആയത്, ഒരു ഫീമെയിൽ ഗമീറ്റ് എഗ്ഗോറാവും ഹാപ്ലോയിഡ് ആയത്. അത് രണ്ടും ഫ്യൂസ് ചെയ്ത് കിട്ടുന്ന ഡിപ്ലോയിഡ് സെല്ലിന്റെ പേരെന്താ? സൈഗോട്ട് എന്നാണ്. ആൻജിയോസ്പെർമിൽ ട്രിപ്പിൾ ഫ്യൂഷൻ വഴിയാണ് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടാവുക. അത് ഡെവലപ്പ് ചെയ്തതാണ് എൻഡോസ്പെർമായി മാറുക. ഫെർട്ടിലൈസേഷന് ശേഷം ഓവറി ഡെവലപ്പ് ചെയ്താണ് ഫ്രൂട്ട് ആവുക. സോ ഓപ്ഷൻ എ സൈഗോട്ട് ഇറ്റ് സെൽഫ് ഈസ് റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് 3 ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. +1 ചാപ്റ്റർ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, +2 ചാപ്റ്റേഴ്സ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. കഴിഞ്ഞ നീറ്റുകൾക്കൊക്കെ ചോദിക്കാറുണ്ടായിരുന്നത് പോലത്തെ അതേ പാറ്റേണിലുള്ള ഡയറക്റ്റ് NCERTയിൽ നിന്നുള്ള ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു നമ്മുടെ ഡിസ്കഷൻ. ഐ ഹോപ്പ് ഇറ്റ് വാസ് യൂസ്ഫുൾ ഫോർ യു ആൻഡ് നിങ്ങൾക്കൊരു റിവിഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ മക്കളെ, അപ്പോൾ NCERT തിയറി ഒന്നുകൂടിയൊക്കെ വായിക്കാൻ സമയം കണ്ടുപിടിക്കുക and practice as much questions as you can. Yeah, we are terminating right over here. Thank you so much from the panel of Target Online Learning app. Thank you so much.